നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ രാജിവെക്കും മുന്നേ ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിക്ക് തുടക്കം കുറിച്ചു. താൻ രാജിവെക്കും മുന്നേ ഉന്നതി പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിയുടെ തുടക്കം. പട്ടികവിഭാഗക്കാരായ യുവജനങ്ങളെ ആധുനിക സാങ്കേതിക തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി മികവുറ്റവരാക്കുന്നതിനായുള്ള ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിക്ക് തുടക്കമായി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ കേരള എംപവർമെന്റ് സൊസൈറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കും മുൻപ് പദ്ധതിക്ക് തുടക്കം കുറിക്കണമെന്ന നിയുക്ത എം പി കെ രാധാകൃഷ്ണന്റെ ആഗ്രഹപ്രകാരമാണ് രാജി സമർപ്പിക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമിട്ടത്. വകുപ്പിന് എല്ലാവിധ ആശംസകളും നൽകിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം. ലക്ഷക്കണക്കിന് വരുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, SC/ST ജനവിഭാഗങ്ങളുണ്ട്, മതന്യൂനപക്ഷങ്ങളിൽ പിന്നൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഉന്നത ജാതിയിൽ ജനിച്ച ആളുകളും പിന്നാക്കാവസ്ഥയിലുണ്ട്, അല്ലേ? അതാണ് EWS എന്ന് പറയുന്നത്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ആ വിഭാഗത്തിലുണ്ട്. അവരെ എല്ലാം രക്ഷിക്കലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വകുപ്പാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്ന് അന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ കൺസെപ്റ്റ് ആകെ മാറും, നമ്മുടെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് ആകെ മാറും. ഒരു സോഷ്യൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ എത്തിക്കാനും ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അഭിമാനം നമുക്കുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ലാസ്റ്റ് പരിപാടിയാണ്. മണ്ണന്തല അംബേദ്കർ ഭവൻ കേന്ദ്രീകരിച്ചാണ് നോളജ് സിറ്റി പ്രവർത്തിക്കുക. യുവജനങ്ങൾക്കുള്ള സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. IT, ഇലക്ട്രോണിക്സ്, കൃഷി, ടൂറിസം, പൊതുസേവനം എന്നീ മേഖലകളിൽ സംരംഭകർക്ക് ഇൻക്യുബേഷൻ സൗകര്യവും പിന്തുണയും ലഭിക്കും. നിലവിലുള്ള സംരംഭകർക്ക് വായ്പാ സൗകര്യം, സംരംഭകത്വ വികസന പരിപാടികൾ, നേതൃശില്പശാലകൾ, നിക്ഷേപക സംഗമം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.